ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് സഭ ഈ സമയത്ത് നമുക്ക് വിചിന്തനത്തെ നൽകുന്ന ഓരോ സുവിശേഷ ഭാഗമെന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, അത് ലോകമെങ്ങും അറിയിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തർക്കും നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച, ഈ 5-ാം ഞായറാഴ്ച സഭ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് വിചിന്തനത്തിന് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെ വചനഭാഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് വിജാതീയ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ മറ്റു മതവിശ്വാസങ്ങളിലും ദൈവിക സങ്കല്പങ്ങളിലും വിശ്വസിക്കുകയും അതിൻ്റെ ഫലമായി യഹൂദരെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ ജനമെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവത്തിൻ്റെ രക്ഷ സ്വന്തമാക്കുവാനും സാധിക്കാത്ത ഒരു വിഭാഗം ജനതയെയാണ് വിജാതീയർ എന്ന് അവർ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷം ഈ ജനത്തിന് വേണ്ടി എഴുതുമ്പോൾ ഈ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുത പ്രവൃത്തികളും രോഗശാന്തികളും അതുപോലെ തന്നെ സ്ത്രീകളുടെയും പാപികളുടെയും സാന്നിധ്യവും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വചനഭാഗങ്ങളിലാണ്. ഈ 10-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോ 72 തൻ്റെ ശിഷ്യഗണത്തിൽ നിന്നും 72 പേരെ താൻ പോകുവാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഈ 2 പേരെ തനിക്ക് മുൻപേ അയക്കുന്ന വചനഭാഗമാണ്. വളരെ മനോഹരമായ വചനഭാഗം. വിളവധികം വേലക്കാർ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് ഈ വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്ന ഏറ്റവും പ്രധാനമായ കാതലായ സുവിശേഷവാഹകരായിട്ടാണ് ഈ വേലക്കാരെ ദൈവം അയക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിളവുണ്ട്, പക്ഷേ കൊയ്ത്തുകാരാണ് ഏറ്റവും കുറവ്. നമ്മുടെ സമൂഹത്തിൽ ദൈവിക സ്നേഹത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി, സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അനുഭവിച്ചറിയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കൊതിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവർക്കത് പറഞ്ഞു നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ദൈവം നമുക്ക് മുമ്പിൽ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തു ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അയക്കപ്പെട്ടവൻ എന്ന ലേബലിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, പ്രഘോഷിക്കുക, ദൈവത്തിൻ്റെ മറ്റൊരു സുവിശേഷവാഹകനായി മാറുക എന്നുള്ളതാണ്. ഓരോ ക്രൈസ്തവനും അവൻ്റെ ജന്മം കൊണ്ട് തന്നെ അയക്കപ്പെട്ടവനാണ്. എവിടേക്കാണ് ഞാൻ അയക്കപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കെല്ലാവർക്കും. പുരോഹിതനായിക്കൊള്ളട്ടെ, സന്യാസിയായിക്കൊള്ളട്ടെ, കുടുംബജീവൻ നയിക്കുന്നവരായിക്കൊള്ളട്ടെ, യുവജനങ്ങളായിക്കൊള്ളട്ടെ, പ്രായവും മതവും ഒന്നും നമുക്കത് ബാധകമല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഓരോരുത്തരും അയക്കപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് നൽകി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വിളവധികം വേലക്കാർ ചുരുക്കം. റൊഗേഷണസ് സന്യാസ സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വചനഭാഗമാണ്. കൊയ്ത്ത് വളരെ, വേലക്കാർ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. ഈ ഒരു ചൈതന്യം, ഈ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തേത്, അയക്കപ്പെടുന്നവൻ സുരക്ഷിതത്വമുള്ള, സംരക്ഷണം ഒരുക്കിയിട്ടുള്ള ഒരിടത്തിലേക്കല്ല നാം ആരും അയക്കപ്പെടുന്നത്. ക്രിസ്തു വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ഒരു സംരക്ഷണം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന, എല്ലായ്പ്പോഴും സന്തോഷം മാത്രം നമുക്ക് ലഭിക്കാവുന്ന, സമാധാനത്തോടു കൂടി നമ്മളായിരിക്കാവുന്ന ഒരവസ്ഥയിലായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് സുവിശേഷവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സുവിശേഷം ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് അത്രയേറെ സമാധാനപൂർണ്ണമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണവും ക്രിസ്തു തന്നെയാണ്. കാരണം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ക്രിസ്തു വന്നപ്പോൾ അവന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് കുരിശുമരണമായിരുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നാം ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. മൂന്നാമതായി ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, എവിടെ നമ്മൾ പോയാലും സുവിശേഷം എല്ലായിടത്തും അംഗീകരിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ക്രിസ്തു നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവഗണന എന്നുള്ളത് ഒരു പ്രേക്ഷിതനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും സ്വീകരിക്കണമെന്നും നമ്മൾ പറയുന്ന വാക്കുകൾ അംഗീകരിക്കണമെന്നും ഞാൻ പറയുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പകർന്നു കൊടുക്കുന്ന ആ മൂല്യങ്ങളും, ആ ദൈവിക മൂല്യങ്ങളും, ആ സുവിശേഷവും അംഗീകരിക്കപ്പെടണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അതെല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആരെല്ലാം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതോ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതോ അല്ല പ്രധാനം. മറിച്ച് ദൈവരാജ്യം അത് പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ മനോഹരമായ ഒരു മുന്നറിയിപ്പ് കർത്താവോട് ജനത്തിനെ നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. തങ്ങളെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിനോടാണ് കർത്താവ് ഇത് പറയുന്നത്.
എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഞങ്ങളെ, ഈ ദൈവവചനത്തെ, ഈ ദൈവിക സന്ദേശത്തെ അംഗീകരിക്കുന്നുണ്ടോ, അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം. മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്നുള്ളതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉയർപ്പ് കാലത്തിലെ ഈ 5-ാമത്തെ ഞായറാഴ്ച നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സന്ദേശം ഈ ലോകമെങ്ങും നിസ്വാർത്ഥമായി അയക്കപ്പെടുവാൻ, അറിയിക്കുവാൻ വേണ്ടി അയക്കപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. രണ്ടാമത്തേത്, ഈ അയക്കപ്പെടുന്നവൻ ഒരിടത്തും സമാധാനത്തോടു കൂടിയോ പരിപൂർണ്ണ സന്തോഷത്തോടു കൂടിയോ സുരക്ഷിതനായോ ആയിരിക്കണമെന്നല്ല യാത്ര ചെയ്യുന്നത്. അവൻ്റെ കുറവുകളിലും അവൻ്റെ ബലഹീനതകളിലും അവനെ കൊത്തി നോവിക്കുവാൻ വേണ്ടി ഒത്തിരി പേർ ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ക്രിസ്തുവിന് ലഭിച്ച ആ ഒരു ശിക്ഷ തന്നെയായിരിക്കാം നാം ഓരോരുത്തരും അംഗീകരിക്കേണ്ടതും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായിട്ടുള്ളതും. മൂന്നാമത്തേത്, എല്ലായ്പ്പോഴും നമ്മൾ അംഗീകരിക്കപ്പെടണമെന്ന്, ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരും വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ഒരു 3 കാര്യങ്ങൾ തീർച്ചയായും സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂർവാധികം ശക്തിയോടുകൂടി, ധൈര്യത്തോടുകൂടി ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാനും, ഏറ്റവും നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ ജീവിതം തന്നെയായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ സുവിശേഷ സന്ദേശം. ഇത് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.